തുടർച്ചയായ റെയ്ഡുകൾക്ക് പിന്നാലെ ബംഗാളിലെ പ്രവർത്തനങ്ങൾ വെട്ടിക്കുറച്ച് പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക് നിരവധി ജീവനക്കാരെ വർക്ക് ഫ്രം ഹോം മോഡിലേക്ക് മാറ്റി. ഔദ്യോഗിക ആശയവിനിമയ മാർഗങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നു. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു രാഷ്ട്രീയ ഉപദേശക ഏജൻസിയാണ് ഈ ഐപാക് എന്ന് പറയുന്നത്. പ്രശാന്ത് കിഷോർ രൂപീകരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടായതാണ്. നേരത്തെ ED മനഃപൂർവ്വം ഇതിൽ ഇടപെടുന്നു എന്ന് TMCയുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ വിമർശനവും ആരോപണവും ഒക്കെ ഉണ്ടായതാണ്. ഇതിപ്പോൾ എന്താണ് നിലവിലെ സ്ഥിതി? എന്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ഈ രീതിയിൽ വെട്ടിക്കുറയ്ക്കുന്നത്? അത് ഈ പറയുന്നത് പോലെയുള്ള റെയ്ഡുകൾക്ക് അതിന് പിന്നാലെ തന്നെയാണോ, അത് തന്നെയാണോ കാരണം? പ്രജിൻ, ക്രിസ്റ്റീന, ബംഗാളിൽ തുടർച്ചയായി ഐപാക്കിനെതിരെ നടക്കുന്ന റെയ്ഡുകളെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഐപാക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഐപാക്കിന്റെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ED നടപടികൾ ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ചും അവിടെ ഒരു ഡയറക്ടറെ അറസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഘട്ടത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ബംഗാളിൽ വെട്ടിച്ചുരുക്കുകയാണെന്നുള്ള പ്രഖ്യാപനമാണ് ഐപാക് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, വലിയ തോതിൽ ഈ ജീവനക്കാരോടെല്ലാം തന്നെ പല ടീമുകളോടും വർക്ക് ഫ്രം ഹോം ആരംഭിച്ചോളാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് കുറച്ച് ജീവനക്കാർക്ക് 20 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് HR തന്നെ നേരിട്ട് മെയിൽ അയച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഔദ്യോഗിക ആശയവിനിമയ സംവിധാനങ്ങൾ, കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ളവയിൽ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നേരിട്ട് ഐപാക്കിന് കുറച്ചു കാലത്തേക്ക് കൊൽക്കത്തയിലെ ഓഫീസിൽ ബന്ധപ്പെടാൻ സാധിക്കില്ല തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനോടകം തന്നെ ഐപാക് നടത്തിയിരിക്കുന്നു. അവിടെയുള്ള ഓഫീസും അടച്ചിരിക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥരോടും അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഐപാക് നടത്തിയിരിക്കുകയാണ്. ഈ ബംഗാളിൽ വലിയ തോതിൽ ED ഐപാക്കിനെ ലക്ഷ്യമിടുന്നു എന്നുള്ള കാര്യം തന്നെ. അത് ഐപാക് നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും ആരോപണം ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ബംഗാൾ തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് ഏജൻസിയാണ് ഐപാക്. പക്ഷെ അവിടെ ശക്തമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ട്, റെയ്ഡുകൾ നടത്തിക്കൊണ്ട് തൃണമൂലിന്റെ തന്നെ പ്രചാരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം BJP നടത്തുകയാണ് എന്നുള്ള ആരോപണം എന്തായാലും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗാളിൽ മാത്രമല്ല, ഡൽഹിയിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഐപാക്കിലുള്ള ഓഫീസുകളിലും എല്ലാം തന്നെ EDയുടെ റെയ്ഡുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ഈ കൽക്കരി കേസുമായി ബന്ധപ്പെട്ടാണ്, കൽക്കരി അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ED ഈ നടപടികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്തായാലും ബംഗാളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഈ കമ്പനി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നാണ് ഐപാക്കിൻ്റെ ഫുൾ ഫോം. ആ ഒരു രാഷ്ട്രീയ ഉപദേശക ഏജൻസിയാണ് ഈ രീതിയിൽ അവിടെ പ്രവർത്തനം കുറച്ചുകൂടി ഒന്ന് മന്ദീഭവിച്ചിരിക്കുന്നത്. അത് ഈ കാരണം EDയുടെ റെയ്ഡുകൾക്ക് പിന്നാലെയാണ് എന്നാണ് പൊതുവിലയിരുത്തൽ. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.